വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുന്നത് പരിഹാരമാർഗമല്ലെന്നും ഹൈക്കോടതി. ക്യാമ്പസുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് വേണ്ടത്. മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഈ ക്യാമ്പസ് രാഷ്ട്രീയമാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിൽ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുകയല്ല വേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് തടയേണ്ടത് എന്ന് കോടതി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ നിരീക്ഷണം. അതെ, വലത് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കോടതിയുടെ അന്തിമ ഉത്തരവല്ല, മുമ്പാണ് ഹർജികൾ എത്തിയത്. അത് കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ കോടതിയിൽ എത്തിയിരുന്നു. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചിരുന്നത്. ആ ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല, രാഷ്ട്രീയം നിരോധിക്കുന്നത് ഒരു പരിഹാര മാർഗമല്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. പകരം ക്യാമ്പസുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് വേണ്ടത് എന്ന് കോടതി പറയുന്നു. ഈ രാഷ്ട്രീയ സംഘടനകളുടെ സമരങ്ങൾ അക്കാദമിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെയൊക്കെയാണ് കർശന നടപടി ഉണ്ടാകേണ്ടത്. ഒപ്പം ഈ കോളേജുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൽ ഇടപെടാൻ പോലീസ് പ്രിൻസിപ്പലിന്റെ സമ്മതത്തിനായി കാത്തിരിക്കേണ്ടതില്ല. പോലീസ് നേരിട്ട് അക്കാര്യത്തിൽ ഇടപെടണം എന്നും പോലീസ് പറയുന്നു. ഈ വിഷയത്തിൽ 3 ആഴ്ചക്കകം ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വാക്കാൽ കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, ഈ മതത്തിന്റെ പേരിലുണ്ടാകുന്ന സംഭവങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്ന് കോടതി ചോദിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ഇക്കാര്യത്തിലും വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടല്ല അത്തരം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. പകരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉമേഷ്. കാരണം ഉമേഷ്, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ പല ഘട്ടങ്ങൾ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ബഹളങ്ങളും പോരാട്ടങ്ങളും ഒന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് കാലങ്ങളുടെ പഴക്കമുണ്ട്, എത്രയോ നാളുകളായി അങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. അവിടെയാണ് ഹൈക്കോടതിയുടെ അഭിപ്രായം പ്രസക്തമാകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു ക്യാമ്പസിൽ നടന്നാൽ ഒരു സംശയം വേണ്ട, അതിൽ ഇടപെട്ട് അത് പരിഹരിക്കുക തന്നെ വേണം. പക്ഷേ അതിൻ്റെ ഒന്നും പരിഹാരം ക്യാമ്പസിലെ രാഷ്ട്രീയം നിരോധിക്കുക എന്നതല്ലല്ലോ. അത്തരത്തിൽ രാഷ്ട്രീയം നിരോധിച്ചാൽ ഒരു അരാഷ്ട്രീയപരമായ തലമുറയായിരിക്കും നമ്മുടെ മുൻപിലേക്ക് വരാൻ പോവുക. ഒരു പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സംഘം അടുത്ത തലമുറയാവും നമ്മൾ സൃഷ്ടിക്കാൻ പോവുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഹൈക്കോടതി അത് ആ മെറിറ്റിൽ തന്നെ എടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു, അല്ലേ? അതെ, കോടതി ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ളത്. ഈ മനു സൂചിപ്പിച്ചതുപോലെ ഒരു അരാഷ്ട്രീയ സമൂഹം വാർത്തെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന പ്രാഥമിക നിരീക്ഷണം തന്നെ കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൽ വിശദമായ വാദം കേൾക്കണം. ഇത്തരത്തിൽ ഒരു കൂട്ടം ഹർജികൾ വരുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത്, എന്തൊക്കെയാണ് അവരുടെ വാദങ്ങൾ, അതിന്റെ മറുവാദങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായി പരിശോധിച്ച ശേഷമേ അന്തിമമായ ഉത്തരവിലേക്ക് കോടതിക്ക് പോകാൻ കഴിയൂ. ഇത് പ്രാഥമിക നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ഇങ്ങനെ ഒരു ഹർജി വരുമ്പോൾ തന്നെ പ്രാഥമികമായി ചൂണ്ടിക്കാട്ടുകയാണ്, ഇങ്ങനെ പൂർണ്ണമായും ക്യാമ്പസിലെ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടല്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് വാദം കേൾക്കാൻ കോടതി തയ്യാറാണ്. അതിനുവേണ്ടി തന്നെയാണ് സർക്കാരിന്റെയും ഇക്കാര്യത്തിൽ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാണ് 3 ആഴ്ചക്കകം ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം അടുത്ത മാസം 23-നാണ് കോടതി ഇനി ഇത് വിശദമായി പരിഗണിക്കുക. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പല കാലങ്ങളിലും ഇത്തരത്തിൽ ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ പല സമയത്തൊക്കെ ഉയർന്നു വന്നതാണ്. അതിനെതിരെ വലിയ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരികയും ആ നിലപാട് തള്ളിക്കൊണ്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇനി കോടതി എന്താണ് ഇതിൽ നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ കോടതിയുടെ പ്രാഥമികമായ നിരീക്ഷണം അത്തരത്തിൽ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടല്ല ഒരു പരിഹാരം കാണേണ്ടത് എന്ന് തന്നെയാണ്. പക്ഷേ ഇതൊരു അന്തിമ ഉത്തരവല്ല. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കോടതിയിൽ നടക്കും. പൂർണ്ണവാദം കേട്ട ശേഷം മാത്രമായിരിക്കും അന്തിമമായ ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുക. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അന്തിമോത്തരവല്ല, വാദത്തിനിടയിൽ കോടതി പറഞ്ഞതാണ്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുന്നത് പരിഹാരമാർഗമല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വന്നാൽ അത് സ്വാഭാവികമായും അതിനെതിരെ നടപടി സ്വീകരിക്കാം, ആക്ഷൻ എടുക്കാം. അങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പ്രശ്നമുണ്ടായാൽ അവിടുത്തെ രാഷ്ട്രീയം പൂർണ്ണമായി നിരോധിക്കുക എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ന് കോടതി ചോദിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായാൽ ആ മതം നിരോധിക്കാറുണ്ടോ എവിടെയെങ്കിലും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും
ഇത് കാലങ്ങളുടെ പഴക്കമുണ്ട്. പല ഘട്ടങ്ങളിൽ പലതവണ കോടതി കയറിയ വിഷയമാണ്. പലരും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത്തരത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാതായി കഴിഞ്ഞാൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടൊരു തലമുറയാകും നമ്മുടെ മുൻപിലേക്ക് വരാൻ പോവുക. പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിലപാടില്ലാത്തൊരു തലമുറ നമ്മുടെ മുൻപിലേക്ക് വരും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പലപ്പോഴും ഇടതുപക്ഷമൊക്കെ എല്ലാ ഘട്ടങ്ങളിലും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഏതായാലും ഹൈക്കോടതി വളരെ അർത്ഥവത്തായ ചോദ്യങ്ങളാണ് ഈ ഹർജിയിൽ ഇപ്പോൾ പരിഗണിച്ചപ്പോൾ മുൻപിലേക്ക് വച്ചിരിക്കുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.